ലെൻറ്റൈൽ മീൽസ്, ചോറ് വിളമ്പുന്ന കാക്ക. പറന്നു പോക്കാക്കേ. അത് ഇങ്ങോട്ട് കാണിക്കാവോ? ഈ ഭാഗത്ത് വയ്ക്കാവോ? അത് കായും ക്യാരറ്റും വിഴുക്ക് വരട്ടി. ഓക്കെ. സാമ്പാറിന് മദ്യത്ത് ഒഴിക്കണേ. എനിക്കാണോ ഒത്തിരി ചോറിട്ടത്? കുറച്ച് ചോറ് അങ്ങോട്ട് മാറ്റിക്കോ. ഞാൻ സാമ്പാർ ഒഴിക്കുകയാണ്. സാമ്പാർ അങ്ങ് നിറച്ച് ഒഴിക്കണം. എനിക്ക് കുളുക്കി. ആ, എൻ്റെ ചോറിൽ സാമ്പാർ കുളുക്കി ഒഴിക്കണം. കുളുക്കി സാമ്പാർ എന്ന് പറഞ്ഞാൽ ഈ സാമ്പാറുണ്ടല്ലേ, നമ്മുടെ നൈമിത്ര മസാലയുടെ സാമ്പാറാണ്. പോളി മാസാണ്. മതി 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 കുളുക്കി. ഇനിയിപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഉണ്ടല്ലേ, ഇത് നമ്മളെ ചക്കക്കുരു മാങ്ങ കൂട്ടാൻ. ചക്കക്കുരു മാങ്ങയും കൂടെ ഇവിടെ വെച്ചോളൂ. ചക്കക്കുരു മാങ്ങയും കൂടെ കൂട്ടാം. ഇനി നമ്മളെ സ്പെഷ്യൽ ഇതാണ്. നമ്മളുടെ അതാണ് പോളി മാസാണ് കേട്ടോ. അത് നമ്മളാ റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റാണ്. ഇതാണ് നമ്മളുടെ മീൻ വെച്ചതുണ്ട്, തീർന്നിട്ടില്ല. ഇന്ന് നമ്മളെ ചോറ്റുപാത്രത്തിരി സൂപ്പറാണ് കേട്ടാ. ചാള ഒരിച്ചത്, സവാള. ആ, ഇതാണ് ഇന്നത്തെ ചോറ്റുപാത്രം. അപ്പം നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാം. എല്ലാവരും വായോ. ഇന്നാളൊക്കെ ബാബൂസ് പറഞ്ഞ് എല്ലാവരും കൂടെ വേണം, അപ്പോഴാണ് നല്ലതെന്ന്. എല്ലാവരും കൂടെ ഇവിടെ ആരുമില്ല. നമ്മളെന്ത് ചെയ്യൂലേ അക്കച്ചി? നമ്മളെ ഉള്ളൂ. സൺഡേ. അപ്പോൾ തുടങ്ങാം. അപ്പം കാക്കച്ചി എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിറയെ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്ന ആളാണ്. കാക്കച്ചി കുറച്ച് മാത്രം. ഇതിങ്ങനെ ഒതുക്കി വയ്ക്കുന്നതിന് അറിയാമോ? എൻ്റെ സാമ്പാറിനെ ഒന്ന് വതഞ്ഞ് മാറ്റണം. സാമ്പാറിന് മുന്നേ ഞാൻ നമ്മളെ റോസ്റ്റ് എടുക്കും. ഇന്നത്തെ സാമ്പാർ അതൊക്കെ കൂട്ടും. അതൊക്കെ കൂട്ടുന്ന രീതിക്കാണ് വെച്ചേക്കുന്നത് കേട്ടോ. റോസ്റ്റിന് റോസ്റ്റ് നോക്കട്ടെ. ചെമ്മീൻ റോസ്റ്റ്, സാമ്പാർ റോസ്റ്റും മറ്റോടെ തകർക്കുന്നു. പൊളി കൊള്ളാം. മീൻ പൊരിച്ചതും കൂടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കണം. എന്താണ് ചക്ക വെച്ചില്ലായിരുന്ന? ചക്ക നാളെ വയ്ക്കാൻ വിചാരിച്ചു. ഇന്ന് ഫുൾ വെജിറ്റബിൾ കറി. ചാള വെജിറ്റബിൾ. ചക്ക വെജിറ്റബിൾ വരാത്തോണ്ട് നാളത്തേക്ക് മാറ്റി. വല്ലപ്പോഴും കൂടി കുറച്ച് സാമ്പാറാവാം എന്ന് വെച്ചാലേ പച്ചക്കറി എടുത്ത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതെടുത്തിട്ട് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ കാക്കച്ചി കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. കാക്കച്ചി പറയൂ. ചാമറ തിരിഞ്ഞു. സൺഡേ ഫുഡിന് ആരും ഇല്ല കേട്ടോ. കൂട്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുമ്മാ പരസ്പരം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിക്കുക. ചേച്ചിയും മാമിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരും കൂടെ കൂടിയാണ്. അപ്പോൾ അത് നോക്കണ്ട. ഓക്കെ, നമ്മളൊന്ന് ഫുഡിനെ കുറിച്ച് എന്താണ് ഫുഡ്, അതായത് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്നും ന്യൂസിൽ കാണുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ആൾക്കാർക്ക് പ്രശ്നങ്ങളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ഇടയ്ക്ക് മരിച്ച വാർത്തയൊക്കെ കേട്ടല്ലേ? വടയും കണ്ട കഴിച്ചിട്ട് മരിച്ചത്. മിച്ചർ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി കണ്ടത് മിച്ചർ കഴിച്ചിട്ട് മരിച്ചു. എന്തായിരിക്കും കാരണം? അതൊക്കെ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എന്താണ് സംഭവം? മിച്ചർ കഴിച്ചിട്ട് മരിച്ചു. നല്ലോണം ഇരിക്കുന്ന ആള് ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു വട കഴിച്ച ഉടനെ ആൾ മരിക്കുന്നു. രണ്ട് മരണങ്ങൾ എനിക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. വട കഴിച്ചതേ ഉള്ളൂ, മറ്റൊന്നും കഴിച്ചില്ല, അപ്പോഴേ മരിക്കുന്നു. എന്തായിരിക്കും അതിൽ ഉള്ള ഏതെങ്കിലും കണ്ടൻസ്? ഒരു പക്ഷേ ഈ കഴിച്ച ആൾക്ക് അലർജി ആയി കാണും. ഒരു പക്ഷേ ഇന്റേണൽ അലർജി. അതുപോലെ പറയുന്നത് ഞാൻ അപ്പോൾ പറയുന്നത് കോവിഡിന് ശേഷമാണ് ഇങ്ങനെ എന്നാണ് പറയുന്നത്.
അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. കോവിഡിന് ശേഷമാണ് ഇങ്ങനെ വരുന്നത് എന്ന്. ഇന്നലെ ഒരു കൊച്ചു മിക്സർ കഴിച്ച് ഇവിടെ അടുത്ത് മടത്തല മരിച്ചു. കൊച്ചിന് മിക്സർ വാങ്ങി കൊടുത്തു, കൊച്ചു കഴിച്ചിട്ട് കിടന്നു, മരണപ്പെട്ടു. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്നാണ് നമുക്ക് ഊഹിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യം. ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലതിനെ കുറിച്ച് തോന്നല് എന്ന്. ഒരുപക്ഷെ ഈ ഉണ്ടാക്കിയ വട പലരും ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും, ഈ മിക്സർ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. അതിൽ ഒരാൾക്കാണ് ആ ഇഷ്യൂ ആയതെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് അറിയത്തില്ല. അവരുടെ മാത്രം പ്രശ്നം ആവാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ. ഇത് ചോർട്ടേലോ സാമ്പാർ കൂടിപ്പോയി. യഥാർത്ഥം പറഞ്ഞാൽ കാക്കച്ചിക്ക് സാമ്പാർ ഇഷ്ടമുള്ളതേ ഉള്ളൂ, വലിയ പിടുത്തമല്ല. ഞാൻ പറഞ്ഞു നമുക്ക് സാമ്പാർ വെക്കാം അമ്മ എന്ന് പറഞ്ഞു. ഇത് എൻ്റെ മാത്രം ഒരു തോന്നലായിരുന്നു കേട്ടോ. അതിൽ കാക്കച്ചി എന്നോട് ദേഷ്യമുണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ടേ, ഫുഡിന്റെ കാര്യത്തിലേ നമ്മള് ഫുഡ് വിൽക്കുന്നവരാണ്, നമ്മൾ വിൽപ്പനക്കാരാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഇപ്പം ഞാനെന്ന് പറഞ്ഞത്, നമ്മളെന്ന് പറഞ്ഞത് ഫുഡ് വിൽക്കുന്നവരല്ല, ഏറ്റവും നന്നായിട്ടുണ്ടാക്കി വിൽക്കുക. അതായത് ഹെൽത്തിന് ദോഷമുള്ള ഒരു സാധനവും ചേർക്കാതെ, ഫുഡ് കളർ പോലുള്ള സംഭവങ്ങൾ ചേർക്കാതെ ഏറ്റവും നന്നായിട്ട് ഇത് കഴിക്കുന്ന ആൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ, ആ സ്നേഹത്തിൽ, എൻ്റെ വീട്ടുകാരാണ് ഇത് കഴിക്കുന്നത് എന്നുള്ള ചിന്താഗതിയിൽ വേണം നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാൻ. ഞാൻ കഴിക്കുന്നത് മറ്റുള്ളവർക്കും കൊടുക്കുക എന്നുള്ള ഒരു ചിന്താഗതി. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി വിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ വിൽക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുക. അപ്പോൾ വിചാരിക്കും ഇത് വിൽക്കാനല്ലേ, ഇത് ആരെങ്കിലും അല്ലേ കഴിക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. അതൊന്ന് കരുതി ഉണ്ടാക്കുക, ആ ഒരു സ്നേഹത്തിൽ ഉണ്ടാക്കുക, ആ ഒരു സ്നേഹത്തിൽ ഉണ്ടാക്കുക. അതാണ് ഒരു സൊല്യൂഷൻ. അല്ലാതെ ഒന്നും പറയാല്ല. പിന്നെ അവരവർക്ക് തന്നെ ഉണ്ടാകുന്ന എന്തോ ഓരോ എല്ലാവരും കഴിക്കുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന എന്തോ അലർജിയാണ് ഇതിന് കാരണം എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കാക്കച്ചേക്ക് പറയാനുള്ള അതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ മെനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടു. അപ്പോൾ പറഞ്ഞു വളരെ ടെൻഷൻ പിടിച്ച ദിവസമാണ്, ടെൻഷനല്ല ആദ്യമാണ്, മൂടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നും ചോറ്റുപാത്രമാണെന്ന കുറേ പേര് എന്നോട് ചോദിച്ചു. വിഷമം എന്താണെന്ന് അറിയാം, ആദ്യം എന്താണെന്ന് അറിയാം, പക്ഷേ പരിഹാരം വലിയ പ്രശ്നങ്ങളായതുകൊണ്ടും പരിഹാരം കാണാൻ പറ്റാത്തത് കൊണ്ടും ഒരുമിച്ച് നിൽക്കുന്നു. എന്നും ചോറ്റുപാത്രം ഇടണം, ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനും വിചാരിക്കുന്നത് നമ്മൾ കരഞ്ഞുകൊണ്ട് വന്നിരുന്നൊരു വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല, ആർക്കും ആണല്ലേ, എല്ലാവർക്കും ടെൻഷൻ പിടിച്ച ഓട്ടത്തിലാണ്. പൈസയൊക്കെ ഉള്ളവർ ഇവിടെ സുഖമായിട്ട് ജീവിക്കും. അതായത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതാണല്ലോ പ്രശ്നം. അതിൻ്റെ പേരിൽ ടെൻഷനുണ്ട്. ഓക്കെ, നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല യഥാർത്ഥത്തിൽ. അതായത് നമുക്ക് തന്നെ വന്നു ചേർന്ന ഒരു പ്രശ്നമാണ്. അത് നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അത് പരിഹാരത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. അത് ആരെങ്കിലും സാമ്പത്തിക സഹായം ചെയ്താലൊന്നും ഈ പ്രശ്നം അങ്ങനെ സോൾവ് ആവുന്നതല്ല. അപ്പം നമ്മളതിൻ്റെ ഒരു തീവ്ര ശ്രമത്തിലാണ്, ആ പ്രശ്നം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അത് നമ്മൾ ഉടനെ തന്നെ മിക്കവാറും ആ ലെവലിലേക്ക് എത്തും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിപ്പോൾ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലെന്നാണ് എൻ്റെ പൊതുവേ ഉള്ള എൻ്റെ ഒരു അഭിപ്രായം. പ്രശ്നങ്ങളില്ലാത്തവരില്ല, എല്ലാവർക്കും ഉണ്ട് പ്രശ്നം, ഒന്നല്ലെങ്കിൽ പല രൂപത്തിൽ പല പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ടെൻഷൻ ഉള്ളവരും ടെൻഷൻ ഇല്ലാത്തവരും ഇല്ല. അപ്പം നമ്മൾ മാക്സിമം ടെൻഷനൊക്കെ അവോയ്ഡ് ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്ത് പോവുക. ഓക്കെ, വരുന്നതൊക്കെ നമുക്ക് നേരിടാം എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്തെങ്കിലും മാറ്റി പറയാനുണ്ടെങ്കിൽ പറയൂ. അത്രയൊക്കെ തന്നെ. അപ്പോൾ ബാഗൂസ് അങ്ങനെ പ്രിയപ്പെട്ട ആൾക്കാരോട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. അമ്മച്ചുണ്ട്, അമ്മച്ചി അടുക്കള വന്ന് നിൽക്കൂല. ഞാൻ ധാരാളം ചോറ് തിന്നു. ഞാൻ മനസ്സിലായി, ഞാൻ സാമ്പാർ ഉള്ളതിൻ്റെ അന്ന്, ചൂട് സാമ്പാർ ഉള്ളതിൻ്റെ അന്ന് ഭയങ്കരമായിട്ട് ചോറ് തിന്നു, കുറേ ചോറ് തിന്നു. അപ്പോൾ നല്ലതല്ല, പച്ചക്കറി കൂടെ ഇട്ടിരിക്കുന്ന മീൻ കഴിക്കാനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇന്നത്തെ ചോറ്റുപാത്രത്തിൽ. പിന്നെ നമ്മൾ എന്തോ ഒരു കാര്യം എന്ന് പറയണമെന്ന് ജലാക്കത്തി
കാരണം എന്തിനാ ഒരു കാര്യം നമുക്ക് ചോറ് കഴിക്കുമ്പം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പറയണമെന്ന് വിചാരിക്കും. നമുക്ക് ഓർമ്മ ഇല്ലല്ലോ. ആണല്ലേ? ഫുഡ് റിലേറ്റഡ് തന്നെയല്ലേ എന്തോ ആ കള്ളു കുടിക്കുന്ന ആൾക്കാരെ പറ്റി, കള്ളു കുടിക്കുന്നവർക്ക് എന്താ ഈ അസുഖങ്ങളൊന്നും വരാത്തത്? ചില പാവപ്പെട്ട കള്ളുകുടിയന്മാർക്കാണല്ലോ ഇതൊക്കെ അസുഖം വരുന്നത്. ഇഷ്ടം പോലെ കുടിക്കുന്ന കള്ളുകുടിയന്മാർക്കൊന്നും വരത്തില്ലല്ലോ എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞു. പാവപ്പെട്ട കള്ളുകുടിയന്മാരുണ്ട്. മാട്രിമോണിയിലെ വിവാഹത്തിൻ്റെ ഇത് ഇടുമ്പോൾ കള്ളു കുടിക്കും എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്. കള്ളു കുടിക്കുന്നത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു. ശരി, അടിപൊളി. ഞാൻ ആദ്യമായിട്ട് ആ എന്നുവെച്ചാൽ പ്രമുഖ ഫ്രണ്ട്, നമ്മളെ പ്രമുഖ ഫ്രണ്ട്, ഞാൻ ഫ്രണ്ടിന്റെ പേര് പറയുന്നില്ല, കള്ളു കുടിക്കും എന്ന് പറഞ്ഞത് കണ്ടുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അതൊരു കുറ്റമല്ല, കള്ളു കുടിക്കുന്നൊരു കുറ്റമല്ല. പക്ഷേ കള്ളു കുടിച്ച ആൾക്കാരെ ദ്രോഹിക്കുന്നതാണ് കുറ്റം, അല്ലേ? ഇവിടെ കള്ളു കുടിക്കുന്നത് നല്ല കള്ളുകുടിയന്മാരുണ്ട്, അറിയാവോ? അതിലൂടെ ഒന്നുമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. കള്ളുകുടിയിൽ തന്നെ നല്ലൊരു ചീത്തയുണ്ടോ? നന്മയുണ്ട് തിന്മയുണ്ട് ഈ ഭൂമിയിൽ. ഇത്രയൊക്കെ ഉള്ളു പറയാം. നല്ലൊന്ന് കൊച്ചമേ കൂടെ ഉണ്ട്, അതുകൂടെ തന്നെ തീർക്കണം. എന്നറിയാമോ, സാമ്പാറും പൊരിച്ചമീനും റോസ്റ്റും കൂടെ ആയപ്പം വേറൊരു ടേസ്റ്റ്. അങ്ങനെ റോസ്റ്റ് ചെയ്യാൻ പിന്നെ എടുക്കാനത്. റോസ്റ്റ് നമുക്ക് ഒരു കറി ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ചോദിച്ചു മാത്രം. ഓക്കെ, അപ്പോൾ ചായ പറഞ്ഞോ. അപ്പോൾ ശരി. അപ്പോൾ ചോറ്റുപാത്രം കണ്ടിഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളോടൊപ്പം ചോറ് കഴിക്കാൻ വരണം. നമ്മൾ അത് 2025 ജനുവരി 1 മുതൽ എല്ലാവരും ആരെങ്കിലുമൊക്കെ നമ്മളോടൊപ്പം വന്ന് ചോറ് കഴിക്കാൻ കൂടണം എന്ന് ഒരു എളിയ അഭ്യർത്ഥനയുണ്ട്. ആരൊക്കെ വരാൻ പറ്റും ചോറ് കഴിക്കാൻ? ഇതുപോലെ നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ചോറും കഴിക്കാം, കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും അഭിപ്രായം കമൻ്റായിട്ട് വരട്ടെ. എല്ലാവരും ലൈക്ക് ചെയ്യൂ. ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് യോജിക്കുന്നവർ കമൻറ്റ് ചെയ്യൂ. അതെ, നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങളോട് യോജിക്കുന്നവർ കമൻറ്റ് ചെയ്യൂ. ആണോ? അപ്പോൾ ശരി, ഓക്കെ, ഫൈനൽ.